ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ സമ്മർ സ്പെഷ്യൽ റിഫ്രഷിംഗ് ഡ്രിങ്കുമായിട്ടാണ്. ഗ്രേപ്സ് മസാല ലൈം. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചമുന്തിരിക്ക് പുളി കൂടുതലാണോ എങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഈ റിഫ്രഷിംഗ് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് കുറച്ച് കസ്കസ് കുതിരാനായി മാറ്റിവെക്കാം. ചിയ സീഡ്സോ സബ്ജ സീഡ്സോ നിങ്ങൾക്ക് ഇതിനായി യൂസ് ചെയ്യാം. ഞാനിവിടെ സബ്ജ സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പൂൺ സബ്ജ സീഡ്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്ത് അതിൽ കുതിരാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അപ്പോഴേക്കും ഈ സബ്ജ സീഡ്സ് ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ജ്യൂസിൽ കസ്കസ് ഒക്കെ ഇട്ട് കൊടുത്താൽ കാണാനും കഴിക്കാനും ഒക്കെ നല്ലതായിരിക്കും. ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഇഞ്ചി, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ചാട്ട് മസാല എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ചാട്ട് മസാല മസ്റ്റായിട്ടും ചേർക്കണം. ഇനി നമുക്ക് ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ചാട്ട് മസാല ചേർക്കാതെ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും ചാട്ട് മസാല കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു രുചി ഉണ്ടാവുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് പച്ചമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പുളിയുള്ള പച്ചമുന്തിരി വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്കിനി ഒന്ന് മിക്സിയിൽ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. മിക്സിയിൽ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്ത മസാലയാണിത്. ഈ മസാല ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ മസാല അടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ നമ്മുടെ ജ്യൂസിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ട് വേണം ഈ ജ്യൂസ് ഇരിക്കാൻ. നമുക്കിനി ഈ ജ്യൂസ് സെർവിങ്ങിനായി സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സുകളിലേക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലാസിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ലൈമിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷായ പുതിന ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് ഒരു 2 സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേപ്സ് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 സ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയും മുന്തിരിയും കൂടിയിട്ട് അടിച്ചു വെച്ച് പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസിലേക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് സോഡ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കസ്കസ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണോളം കസ്കസ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ലെയറായിട്ട് ചേർത്തിട്ടുള്ള എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഗ്രേപ്സോ ചെറുനാരങ്ങയുടെ പീസോ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് പുതിന ലീവ്സ് കൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും റിഫ്രഷിങ്ങുമായ
നമ്മുടെ ഗ്രേപ്സ് മസാല ലൈം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.